അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് തഖുല്ലാഹി ഇബാദല്ലാഹ്. സ്നേഹാദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹമ്മദ് നബി മാനവ മൂല്യങ്ങളുടെ നേർസാക്ഷ്യം ISMൻ്റെ സംസ്ഥാന ക്യാമ്പയിനിൻ്റെ സംസ്ഥാന ഉദ്ഘാടനത്തിലെ ഏറ്റവും അവസാനത്തിലാണ് നമ്മളുള്ളത്. സംഘാടകർ അറിയിച്ചത് 8:30 മണിക്ക് നമ്മൾ ഓഡിറ്റോറിയം ഒഴിഞ്ഞു കൊടുക്കണമെന്നാണ്. വളരെ പ്രൗഢഗംഭീരമായ വിഷയാവതരണം ബഹുമാനനായ അബ്ദുൽ ജലീൽ മാമാങ്കര നിർവഹിച്ചു. വളരെ കുറഞ്ഞൊരു സമയം, അതിൻ്റെ ഒരു ക്രോഡീകരണം മാത്രമാണ് നടത്തുന്നത്. 1924 നമ്മുടെ മഹാത്മാഗാന്ധി ഡൽഹിയിൽ വെച്ച് അവിടെയുള്ള ആളുകൾക്ക് ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങൾ വന്നപ്പോൾ ആ ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങൾ ദൂരീകരിക്കുവാനും പരിഹരിക്കുവാനും വേണ്ടി 21 ദിവസം ഗാന്ധിജി ഉപവാസമനുഷ്ഠിക്കുകയും ആ ഉപവാസമനുഷ്ഠിക്കാൻ മൗലാന മുഹമ്മദ് അലിയുടെ വീട് സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും വേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം വായിക്കുകയും പിന്നീട് അദ്ദേഹം ഇംഗ്ലീഷ് പത്രമായ ദ യങ് ഇന്ത്യയിൽ ഗാന്ധിജി എഴുതി തുടങ്ങുന്നത് അന്ന് ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു മഹാവ്യക്തിത്വം, വാളുകൊണ്ടല്ല മുഹമ്മദ് ഈ ആദർശം പ്രചരിപ്പിച്ചത്, മറിച്ച് അചഞ്ചലമായ ദൈവവിശ്വാസത്തിലും ജനങ്ങളോടുള്ള അങ്ങേയറ്റത്തെ കാരുണ്യത്തിൻ്റെ ദർശനത്തിലുമാണ് മുഹമ്മദ് നബി ഈ ആദർശം ലോകത്ത് പ്രചരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഇത്രയും കാലം വായിക്കാതിരുന്നത് ജീവിതത്തിലൊരു നഷ്ടമായി പോയി എന്ന് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ദ യങ് ഇന്ത്യ എന്ന ഇംഗ്ലീഷ് പത്രത്തിൽ ലേഖനമായി എഴുതിയത്. ലോകത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തുകൊണ്ടാണ് ഇത്രമേൽ ആദരിക്കപ്പെടുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഒരു വ്യക്തി മരണപ്പെട്ടു പോയി, 14.5 നൂറ്റാണ്ടായി ആ വ്യക്തിയെ ലോകം ഇത്രമേൽ സ്നേഹിക്കുന്നു. വേറൊരു വ്യക്തിയും അങ്ങനെയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാധാരണ രൂപത്തിലല്ല ആളുകൾ സ്നേഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നതും. 2 മില്യണാണ് ലോകത്ത് ഏകദേശം മുസ്ലിമീങ്ങളുടെ എണ്ണം. ആ 2 മില്യൺ മുസ്ലിമീങ്ങളും ഉറങ്ങുന്നതും ഉണരുന്നതും കച്ചവടം ചെയ്യുന്നതും വിവാഹം കഴിക്കുന്നതും വേഷം ധരിക്കുന്നതും ജീവിതത്തിൻ്റെ ഓരോ കാൽപാദം സഞ്ചരിക്കുന്നതും ജീവിതത്തിൽ അയൽവാസികളോടും കുടുംബങ്ങളോടും പെരുമാറുന്നതും എല്ലാം ഒരു വ്യക്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ പെരുമാറി, എങ്ങനെ വേഷം ധരിച്ചു, എന്തു പറഞ്ഞു, എങ്ങനെ ഉറങ്ങി, ഏതു ഭാഗത്തേക്ക് തുപ്പി, എങ്ങനെയാണ് പ്രവാചകൻ കുൽക്കുഴിഞ്ഞത്, എങ്ങനെയാണ് മുഖം കഴുകിയത്, എങ്ങനെയാണ് നഖം വെട്ടിയത്, എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കോപത്തെ കടിച്ചമർത്തിയത്. ലോകത്ത് അങ്ങനെ ഒരു വ്യക്തി ലോക ചരിത്രത്തിലില്ല. ലോകമഹാത്ഭുതങ്ങൾ എഴുതുമ്പോൾ ലോകത്തെ ഏറ്റവും മഹാത്ഭുതമായി എഴുതേണ്ടത് പരിശുദ്ധ ഖുർആനും പ്രവാചകനെയുമാണ്. കാരണം ഇത്രമേൽ ഇന്ന് വരെ ആരാധിക്കപ്പെടാത്ത, ചിത്രങ്ങളില്ലാത്ത, രൂപങ്ങളില്ലാത്ത ഒരു വ്യക്തി ഇത്രമേൽ ലോകത്ത് പിൻപറ്റപ്പെടുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. നമ്മൾക്കറിയാവുന്ന കാര്യമാണ്. സഹോദരങ്ങളെ, ആ പ്രവാചകൻ മക്കയിലേക്ക് വരുമ്പോൾ ആ മക്കയെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത് ജാഹിലിയ കാലഘട്ടം എന്നാണ്. ജാഹിലിയ കാലഘട്ടം എന്ന് പറയാൻ ആ നാട്ടിൽ അന്ന് കവിതകളുണ്ട്, എഴുത്തുകളുണ്ട്, പ്രഭാഷണങ്ങളുണ്ട്. എന്നിട്ടെന്തുകൊണ്ടാണ് അന്ധകാരമെന്നും വിജ്ഞാനമില്ലാത്ത നാട് എന്നും ആ കാലഘട്ടത്തെ പറയാനുള്ള കാരണം എന്താണ്? സാംസ്കാരികമായി മൂല്യത്തിന് എതിരായി ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളായിരുന്നു ആ നാട്ടിലുണ്ടായിരുന്നത്. ജീവിതത്തിലെ അക്രമത്തെ ഇഷ്ടപ്പെടുന്ന, സ്ത്രീകളെ വെറും ഭോഗവസ്തുവായി കാണുന്ന, അവനവൻ്റെ ജീവിതത്തിൽ ഓരോ പെൺകുട്ടികളും ജനിക്കുന്നത് അവർ ഈ ലോകത്ത് ജനിക്കാൻ താല്പര്യമില്ലാത്തവരാണ്, ജനിക്കാൻ ഒരിക്കൽ പോലും അവകാശമില്ലാത്തവരാണ് എന്ന് കാണുന്ന, ഭക്ഷണത്തെക്കാൾ കൂടുതൽ മദ്യത്തെ സ്നേഹിക്കുന്ന,
ചെറിയ കാര്യങ്ങൾക്ക് പോലും ആക്രമിക്കുന്ന, അതിനെ അഭിമാനമായി കണ്ടിരുന്ന ഒരു നാട്ടിലേക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ വരുന്ന ആ മക്കയെക്കുറിച്ച് 5 സ്ഥലത്ത് പറഞ്ഞത് ഇന്നഹും കാനു ഫീ വലാലിൻ മുബീൻ, അവർ ലോകത്ത് അങ്ങേയറ്റം വഴിപഴച്ചവരായിരുന്നു എന്നാണ്. ആ അങ്ങേയറ്റം വഴിപഴച്ചവരെ 23 വർഷത്തെ ജീവിതത്തിൻ്റെ മഹാത്ഭുതകരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് പിന്നീട് പരിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത് റളിയല്ലാഹു അൻഹും വറളു അൻ, അവർ ലോകത്തേറ്റവും ഉത്കൃഷ്ടരായി മാറി എന്നാണ്. എന്തേ പ്രവാചകൻ ചെയ്തത്? യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ല ഫീ ളലാലിൻ മുബീൻ. അല്ലാഹുവിൻ്റെ ഈ ഗ്രന്ഥത്തെ, പ്രവാചകന്റെ വിശദീകരണത്തെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അന്ന് വരെ അന്ധകാരത്തിൽ, കുടുംബ ബന്ധമില്ലാതിരുന്ന, മദ്യത്തിൽ മുഴുകിയിരുന്ന, ജീവിതത്തിൽ ഓരോ സെക്കൻഡുകൾക്കും തോന്നിവാസങ്ങൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരുന്ന, ജീവിതത്തിൽ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാതിരുന്ന അവരെ ലോകത്തെ ഏറ്റവും മൂല്യാധിഷ്ഠിതമായ ഒരു സമൂഹമാക്കി മാറ്റി. ആ സഹാബാക്കളുടെ പേരുകൾ ഇന്ന് നമ്മുടെ മക്കൾക്ക് പേരിടാൻ മാത്രം ലോകത്ത് ഔന്നിത്യമുള്ളവരാക്കി അവരെ മാറ്റി. നമ്മൾക്കറിയാം, ചെറിയ കാര്യങ്ങൾക്ക് അടിപിടി കൂടിയ അവരാണ് അവസാനം യർമൂക്കിൻ്റെ യുദ്ധവേളയിൽ അവനവന് ജീവനം നിലനിർത്താൻ ഒരു തുള്ളി വെള്ളം ആവശ്യമുണ്ടായപ്പോൾ പോലും സ്വന്തം സഹോദരന് കൊടുക്കാൻ മാത്രം അവർക്ക് മാറ്റമുണ്ടായി. നമ്മൾക്കറിയുന്ന കാര്യമാണ്. ജീവിതത്തിൽ അവനവൻ്റെ വീടുകളിൽ താൻ വ്യഭിചാരിണിയാണ്, ഇങ്ങോട്ട് നിങ്ങൾ വന്നോളൂ എന്നതിൻ്റെ അടയാളമായി സ്വന്തം വീടുകളുടെ മുകളിൽ വലിയ കൊടികൾ നാട്ടി വ്യഭിചാരശാലയുടെ അടയാളമാക്കി വെച്ചിരുന്ന ആ സമൂഹത്തിൽ ആ സഹോദരിമാർ പിന്നീട് ഔറത്തുകൾ മറച്ച് അന്യപുരുഷന്മാരുടെ മുന്നിൽ ഹിജാബുകൾ ധരിച്ച് അവസാനം പ്രവാചകരെ, ഞാൻ മറ്റൊരു പുരുഷനെ ഇസ്ലാമികമല്ലാത്ത രീതിയിൽ ഞാൻ 2-ലധികം തവണ നോക്കിയിട്ടുണ്ട്, അത് ഇസ്ലാമികമായി കുറ്റമാണോ പ്രവാചകരെ, ഞാൻ ചെയ്തത് തെറ്റാണോ എന്ന് ചോദിക്കാൻ മാത്രം അവരിലുണ്ടായ മാറ്റം എങ്ങനെയാണ് സഹോദരങ്ങളെ ഉണ്ടായിത്തീർന്നത്? ജീവിതത്തിൽ 1 രൂപ മറ്റൊരു കാര്യത്തിന് കൊടുക്കുന്നത് ജീവിതത്തിൽ അങ്ങേയറ്റം പ്രയാസമുണ്ടായിരുന്ന അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവനവൻ്റെ തോട്ടങ്ങളും വീടുകളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുത്ത്, പ്രവാചകരെ, ഇനി എൻ്റെ വീട്ടിൽ അള്ളാഹുവും പ്രവാചകനും മറ്റൊന്നല്ലാതെ ആരുമില്ല എന്ന് പറയാൻ മാത്രം ജീവിതത്തിൽ കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ആർദ്രതയുടെ, അലിവിൻ്റെ, മറ്റുള്ള ആളുകളെ സ്വന്തം സഹോദരനായി കാണുന്ന മനുഷ്യപ്പറ്റിൻ്റെ ആദർശമാക്കി മാറ്റിയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ മാനവ മൂല്യങ്ങളുടെ നേർസാക്ഷിത്വമായി ഈ ലോകത്ത് മാറുന്നത്, മാതൃകയായി മാറുന്നത്. ഒട്ടകത്തിൻ്റെ കയറും പിടിച്ച് ഊശരമായ മരുഭൂമിയിലൂടെ ജീവിച്ച ഒരു സമുദായത്തെ ലോകത്തിൻ്റെ മാതൃകയാക്കി മാറ്റിയെടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സഹോദരങ്ങളെ, ആ പ്രവാചകന്റെ സ്വഭാവമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. ആധുനിക കാലഘട്ടത്ത് സമയം കുറവായതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ആധുനിക കാലഘട്ടത്ത് ഇസ്ലാമിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പുതിയ തലമുറയിലെ ആളുകൾ വരെ ഉൾക്കൊണ്ട് ജീവിക്കുന്നത്. 3 കാര്യങ്ങളുണ്ട് പ്രവാചകൻ പഠിപ്പിച്ചത്. 1 ഈമാനാണ്, വിശ്വാസം. 2 അമലു സ്വാലിഹാത്തുകളാണ്, സൽക്കർമ്മങ്ങളാണ്, നിസ്കാരം, നോമ്പുകൾ, ഇബാദത്തുകൾ അടക്കം. 3-മത്തെ കഴിഞ്ഞില്ല. 3-മത്തേത് മുആമലാത്താണ്, സ്വഭാവമാണ്, മൂല്യങ്ങളാണ്, സംസ്കാരമാണ്. ഇത് 3ഉം ചേരുമ്പോഴാണ് ഒരാൾ ഉത്തമ മുസ്ലിമായി മാറുക. നമ്മുടെ പ്രബോധനങ്ങളിൽ പലപ്പോഴും ആദ്യത്തെ 2 ഭാഗങ്ങൾ വരുന്നു. 3-മത്തെ ഭാഗം അത്രമാത്രം ഗൗരവത്തോടുകൂടി പരിചയപ്പെടുത്താത്തതിൻ്റെ അനന്തരഫലങ്ങൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ലോകത്തെ ഏറ്റവും നല്ല മുഅ്മിനാരാണ്, ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനാരാണ്, ലോകത്തെ ഏറ്റവും നല്ല മുത്തഖിയാരാണ്? അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അന അത്ഖാക്കും വഖ്ശാക്കും, ഞാനാണ് നിങ്ങൾ ഏറ്റവും ഉത്തമൻ, ഞാനാണ് നിങ്ങൾ ഏറ്റവും ഭക്തിയുള്ളവൻ. ആ പ്രവാചകൻ ഭക്തിയുള്ളവൻ എന്ന് പറഞ്ഞത് പ്രവാചകന്റെ ജീവിതത്തിൽ വിശ്വാസം കൊണ്ട് മാത്രമല്ല. വിശ്വാസത്തിൽ പ്രവാചകൻ അടിയുറച്ചു നിന്നു. കഴിഞ്ഞില്ല, കാലിൽ നീര് വരുവോളം പ്രവാചകൻ നമസ്കരിക്കുകയും ചെയ്തു. അത് മാത്രം മതിയോ? ഇല്ല. ആ കാലിൽ നീര് വരുവോളം നമസ്കരിച്ച പ്രവാചകൻ ജീവിതത്തിൽ, ആദർശത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത, കഴുത്തിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് കഴുത്തു പോയാലും ആദർശത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞ പ്രവാചകൻ. ആ പ്രവാചകനെ കുറിച്ച് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക്, 10 കൊല്ലം ഞാൻ പ്രവാചകന്റെ കൂടെ ജോലി ചെയ്തു, ഇന്ന് വരെ എന്നോട് ആളുകൾക്കിടയിൽ വെച്ച് എൻ്റെ മനസ്സിന് സങ്കടമുണ്ടാക്കുന്ന ഒരു വാക്ക് 10 കൊല്ലത്തിനിടയിൽ പ്രവാചകൻ എന്നോട് പറഞ്ഞിട്ടില്ല. ആ വാക്ക് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന തുടക്കം വല്ലാഹി എന്നാണ്. അള്ളയാണ് സത്യം. നബിയെ പറ്റി ഞാൻ വെറുതെ അതിശയോക്തി പറയുകയല്ല.
മനുഷ്യർക്കിടയിൽ എനിക്ക് സങ്കടമുണ്ടാകുന്ന അനസേ എന്തിനാണ് അത് ചെയ്തത്? മോശായില്ലേ? എടാ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്ത് പരിപാടിയാണ് അത് ചെയ്തത്? ഇന്ന് വരെ എൻ്റെ നബി ഇത് പറഞ്ഞിട്ടില്ല. ആദർശം, സൽസ്വഭാവം, അമലു സ്വാലിഹാത്ത്. സഹോദരങ്ങളെ, ഇത് മൂന്നുമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ അടയാളം. ഇവിടെ ആദർശവും സൽക്കർമ്മങ്ങളും മാത്രമായി ഒതുങ്ങുന്ന ഒരു തലമുറ നമ്മൾക്കിടയിൽ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഇസ്ലാമിക വേഷം ധരിച്ച മാതാപിതാക്കളെ ചീത്ത പറയുന്ന യുവാക്കൾ നമ്മൾക്കിടയിൽ ആദർശവാദികളായി ജീവിക്കുന്നത്. വേഷത്തിൽ ഇസ്ലാമുണ്ട്, താടിയിൽ ഇസ്ലാമുണ്ട്, സ്വഫിൽ നിൽക്കുന്നതിൽ ഇസ്ലാമുണ്ട്. അതേ ഇസ്ലാം, അതൊക്കെ ഇസ്ലാമിൽ പ്രാധാന്യമുള്ളത് തന്നെയാണ്, ഒരിക്കലും തെറ്റല്ല, ഇസ്ലാമികമായി പുണ്യം തന്നെയാണ്. പക്ഷേ ആ പറയുന്ന ഹദീസുകളും ആ പറയുന്ന ആയത്തുകളും സ്വന്തം ഉപ്പയോടും ഉമ്മയോടും പെരുമാറുന്നതിൽ എന്തുകൊണ്ട് കാണുന്നില്ല എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ. ഇസ്ലാമിലെ 3 കാര്യങ്ങളിൽ ആളുകൾക്ക് പ്രവാചകൻ നൽകിയ മാനവ മൂല്യങ്ങളെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാതെ ആദർശമെന്ന് പറയുന്നത് വെറും ഈമാനും അമലുസ്വാലിഹാത്തുകളുമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു നമ്മുടെ നാട്ടിൽ. അവനവൻ്റെ കയ്യിലുള്ള സാമ്പത്തികം പലരിൽ നിന്നും പല സാമ്പത്തികവും വാങ്ങി തട്ടിപ്പ് നടത്തി അവിടെയും ഇവിടെയും കൊണ്ടുപോയി നിക്ഷേപിച്ച് ആളുകളെ പറ്റിക്കുകയും, എന്നാൽ സമയമാകുമ്പോൾ പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്നതിൻ്റെ പുണ്യം പറയുന്ന അത് കാപട്യമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു ദീനില്ല. സഹാബാക്കളിൽ ആരും 5 വക്ത് നിസ്കരിക്കുക, ഭാര്യയെ അടിക്കുക, പള്ളിയിലേക്ക് ജമാഅത്തിന് വരിക, കച്ചവടത്തിൽ കൃത്രിമത്വം കാണിക്കുക, വേഷവിധാനത്തിൽ ഇസ്ലാം ഉണ്ടാവുക, അയൽക്കാരോട് തർക്കിക്കുക, അവനവന്റെ ജീവിതത്തിൽ ബാക്കി ഇസ്ലാമിന്റെ സുന്നത്തുകൾ ഖുർആൻ ഓതുക, ദിക്റുകൾ ചൊല്ലുക, എന്നിട്ട് അങ്ങാടിയിൽ പോയി ഇഷ്ടമുള്ളതിനും ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും തർക്കിക്കുക. അങ്ങനെ ഒരു ദീൻ ഇസ്ലാമിലില്ല. എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് അറിയുമോ? ഇസ്ലാമികമായി സ്വർഗം കിട്ടുന്ന കാര്യങ്ങളിൽ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് സഹാബാക്കൾ, പ്രവാചകരെ, ഞങ്ങൾക്ക് സ്വർഗമാണ് ആവശ്യം, എങ്കിൽ താങ്കളുടെ കൂടെ സ്വർഗത്തിലേക്ക് എത്താൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പ്രവാചകന്റെ വാക്ക്, ഞാൻ അഹബ്ബുക്കും മിന്നി, ഞാൻ ലോകത്തെ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത്, വഖറബക്കും മിന്നി ഫി യൗമിൽ ഖിയാമ, പരലോകത്ത് നിങ്ങൾക്ക് എൻ്റെ കൂടെ സ്വർഗത്തിലെത്തണമോ, എന്നെ സ്നേഹിച്ച് എൻ്റെ കൂടെ സ്വർഗത്തിലെത്തണമോ, നിങ്ങൾ ചെയ്യേണ്ടത് അഹ്സനുക്കും ഖുലുഖ, നിങ്ങൾ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാകണം. നിങ്ങൾ ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാകണം. നിങ്ങൾ ആളുകളോട്, കുടുംബത്തോട്, മാതാപിതാക്കളോട്, നാട്ടുകാരോട്, ഇതര മതസ്ഥരോട്, ഈ രാജ്യത്തെ തൊഴിലാളികളോട്, ഈ രാജ്യത്തെ മുതലാളിമാരോട്, നിങ്ങളോട് ശത്രുത കാണിക്കുന്നവരോട് നിങ്ങളെക്കുറിച്ച് അവർക്ക് പറയാൻ കഴിയണം, അയാൾ ഒരു മുസ്ലിമാൻ, അയാൾ ഒരു മാന്യനാണ്, അയാൾ ഒരു മുസ്ലിമാൻ, അയാൾ മുഹമ്മദ് നബിയുടെ അനുയായിയാണ്, മുഹമ്മദ് നബിയുടെ അനുയായി വഞ്ചിക്കില്ല, മുഹമ്മദ് നബിയുടെ അനുയായി അടിക്കില്ല, മുഹമ്മദ് നബിയുടെ അനുയായി അകാരണമായി കയർക്കില്ല, മുഹമ്മദ് നബിയുടെ അനുയായി ഒരിക്കൽ പോലും ഒരു കുട്ടിയോട് മോശമായി പെരുമാറില്ല, മുഹമ്മദ് നബിയുടെ അനുയായി കച്ചവടത്തിൽ വഞ്ചന കാണിക്കില്ല, മുഹമ്മദ് നബിയുടെ അനുയായി ജീവിതത്തിൽ ഒരു തീവ്രവാദ പ്രവർത്തനവും നടത്തില്ല, മുഹമ്മദ് നബിയുടെ അനുയായി അവനവന്റെ ജീവിതത്തിൽ സാമ്പത്തികമായി ചൂഷണം നടത്തില്ല, മുഹമ്മദ് നബിയുടെ അനുയായി മുഹമ്മദ് നബിയെ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചവനാണ്. ആ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ നബിയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അല്ലാഹ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് നബി ഏറ്റവും നല്ല മനുഷ്യനാകുന്നത് വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, പ്രവാചകരെ, താങ്കൾ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനാകുന്നത്, താങ്കൾ ലോകത്തെ ഏറ്റവും നല്ല മൂല്യമുള്ള സൽസ്വഭാവത്തിൻ്റെ ഉടമയാകുമ്പോഴാണ്. എങ്കിൽ മുസ്ലിം സഹോദരങ്ങളെ, ലോകത്തെ ഏറ്റവും നല്ല ഉത്തമമായ തലമുറ ആരാണ്? കുൻതും ഖൈറ ഉമ്മ, അത് നമ്മളാണ്. അൻതുമുൽ അലൗൻ, നമ്മളാണ് ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടർ. ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ അതിന്റെ അടയാളമായി അല്ലാഹ് പറഞ്ഞത് ആദർശത്തോടൊപ്പം അമലു സ്വാലിഹാത്തുകളോടൊപ്പം ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ നബിയാണ് എന്നതുപോലെ ലോകത്തെ ഏറ്റവും നല്ല സമുദായം നമ്മളാകുമ്പോൾ ഈ നാട്ടിലെ ഏറ്റവും നല്ല സ്വഭാവം, ഏറ്റവും നല്ല മൂല്യങ്ങൾ, അതിന്റെ നേർസാക്ഷികളായി ജീവിക്കേണ്ടവർ നമ്മളാണ്. നമ്മുടെ മാതാപിതാക്കൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ അയൽവാസികൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ നാട്ടിൽ നിന്ന് പോകുന്ന സമയത്താണ് ജൂതനായ അയൽവാസി അബൂബക്കറിനോട് ചോദിക്കുന്നത്, സിദ്ദീഖ്, താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, എനിക്ക് എൻ്റെ ആരാധനകൾ ചെയ്യാൻ, വിശിഷ്യ ഖുർആൻ അല്പമൊന്ന് ഉയർന്ന് പാരായണം ചെയ്യുന്ന ആളാണ് ഞാൻ. അങ്ങനെ പാരായണം ചെയ്യാൻ പലർക്കും ഇഷ്ടമില്ല എന്ന് തോന്നുന്നു. ജൂതനായ അയൽവാസി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കൈ പിടിച്ച് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അബൂബക്കർ, താങ്കളെ പോലെയുള്ള ആളുകൾ ഈ നാട്ടിൽ നിന്ന് പോയാൽ പിന്നെ നന്മയുള്ള ആളുകൾ എത്രയാണ് ഈ നാട്ടിൽ ബാക്കിയാവുക? സഹോദരങ്ങളെ, ജീവിതത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തുകൾ വേഷങ്ങളിലും ആരാധനകളിലും ഇബാദത്തുകളിലും കാത്തു സൂക്ഷിക്കുന്ന പോലെ
പ്രവാചകൻ ഇത് മാത്രമല്ല പഠിപ്പിച്ചത്, അറിയണം നമ്മൾ, ഇത് മാത്രമല്ല പഠിപ്പിച്ചത്. നിങ്ങൾ നെഞ്ചത്ത് കൈകെട്ടണം എന്ന് പഠിപ്പിക്കുമ്പോൾ ആ നെഞ്ചെങ്ങനെയാകണം എന്ന് കൂടി പ്രവാചകൻ പഠിപ്പിച്ചു. അൽ ഖൽബുൻ ലാ ഗില്ല വലാ ഹസദ വലാ ഫുസൂഖ വലാ ഇസ്യാന ഫീ ഖൽബി. നിങ്ങൾ കെട്ടുന്ന നെഞ്ചത്ത് കൈയുണ്ടല്ലോ, ആ കൈ കെട്ടുന്നത് മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ. അവിടെ നിങ്ങൾക്ക് ഹദീസ് അറിയാം, യളഉ അൽ യദുൽ യുംന അലാ യുസ്റ അലാ സദ്രിഹി. നിങ്ങൾ വലത് കൈ ഇടത് കൈയിന്റെ മുകളിൽ വലത് കൈകൾ വെച്ച് നെഞ്ചത്ത് വെക്കുന്നു എന്ന ഹദീസ് അറിയാം. ആ നെഞ്ചെങ്ങനെയാകണം? ആ നെഞ്ച് പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, തെറ്റി നിൽക്കാത്ത, സലാം പറയാത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും ഛിദ്രതയില്ലാത്ത, പൂർവ്വ വൈരാഗ്യത്തിന്റെ പേരിൽ പരസ്പരം കല്യാണങ്ങൾക്ക് ക്ഷണിക്കാത്ത, സലാം പറയുകയോ മടക്കുകയോ ചെയ്യാത്ത, മരിച്ചാൽ പോലും പോകാത്ത ഒരു ഹൃദയത്തിന്റെ മുകളിലല്ല നിങ്ങൾ കൈകെട്ടേണ്ടത്. ആ ആദർശം എവിടെ വിട്ടുപോയി സഹോദരങ്ങളെ? നോമ്പ് നോൽക്കണം എന്ന് നമ്മൾ പഠിച്ചു, പക്ഷേ നോമ്പ് സ്വീകരിക്കാത്തവന്റെ കൂട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞത് എന്താണ്? നോമ്പ് നോറ്റിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സംസാരത്തിൽ തെറി വരുന്നുണ്ടെങ്കിൽ, തോന്നിവാസം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോറ്റത് നോമ്പല്ല എന്നാണ്. എന്തുകൊണ്ടാണ്? പരിശുദ്ധ ഖുർആനിൽ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഇന്ന സ്വലാത്ത, ലക്ഷക്കണക്കിന് മനുഷ്യർ നിസ്കരിക്കുന്നുണ്ട്. തലക്ക് മുകളിലേക്ക് ഉയരുന്ന നമസ്കാരം, അല്ലാഹു സ്വീകരിക്കുന്ന നമസ്കാരം, പ്രവാചകൻ പഠിപ്പിച്ച നിസ്കാരം, ആരാധനകളുടെ അങ്കലാവണ്യങ്ങളിൽ മാത്രമല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ബാക്കിയുള്ള സുന്നത്തുകളിൽ മാത്രമല്ല. ആ നിസ്കാരം നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ പെരുമാറ്റത്തെ, നമ്മുടെ കച്ചവടത്തെ, നമ്മുടെ യാത്രയെ, നമ്മുടെ രഹസ്യ ജീവിതത്തെ, നമ്മുടെ സോഷ്യൽ മീഡിയകളെ, നമ്മുടെ റീൽസുകളെ, നമ്മുടെ ദാമ്പത്യത്തെ, നമ്മുടെ മക്കളോടുള്ള പെരുമാറ്റത്തെ, നമ്മുടെ കച്ചവടത്തെ സ്വാധീനിക്കുന്നതാകണം. അതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച നമസ്കാരം, അതാണ് പ്രവാചകൻ പഠിപ്പിച്ച നോമ്പ്, അതാണ് പ്രവാചകൻ പഠിപ്പിച്ച ഹജ്ജ്. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഹജ്ജിന് പോകുന്ന ആളോട് പ്രവാചകന്റെ വാക്ക് വലാ റഫസ വലാ ഫുസൂഖ്. നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഹജ്ജിന് പോയാലും ഒരു വേള ആ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കൂല. പ്രവാചകരെ എപ്പോഴാണ് സ്വീകരിക്കാത്തത്? ജീവിതത്തിൽ എന്തെങ്കിലും അബദ്ധം പറ്റുമ്പോഴാണോ? അല്ല, ഹജ്ജ് നിർവഹിക്കുന്നിടയിൽ മലമൂത്ര വിസർജനം നടക്കുമ്പോഴാണോ? അതിനൊക്കെ പരിഹാരമുണ്ട്. പക്ഷേ നിങ്ങൾ ഹജ്ജ് ചെയ്തിട്ടും ഹജ്ജ് നിർവഹിക്കുമ്പോഴും നിങ്ങളുടെ നാവിനും നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ സ്വഭാവത്തിനും ഇസ്ലാമികമായ മര്യാദ പാലിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഹജ്ജ് ചെയ്യുമ്പോഴും അയൽവാസി നിങ്ങളെക്കുറിച്ച് പറയുന്നത്, നമ്മെക്കുറിച്ച് പറയുന്നത്, അയാൾ 5 വക്ത് നിസ്കരിക്കുന്ന ആണാണ്, പെണ്ണാണ്, പക്ഷേ ഞങ്ങളോട് കച്ചറയാണ്. നമ്മുടെ താഴെയുള്ള കീഴ്ഘടകങ്ങളിലുള്ള ആളുകൾ നമ്മളെ കുറിച്ച് പറയുന്നത്, അയാൾ ബിസിനസ് ഒക്കെ അറിയുന്ന ആളാണ്, അയാൾ ഹറമിലേക്ക് അവസാനത്തെ റമദാനിന്റെ 10 ദിവസവും എല്ലാ വർഷവും ഹറമിലേക്ക് പോകുന്നയാളാണ്. പക്ഷേ ഞങ്ങൾക്ക് കൂലി തരുന്ന വിഷയത്തിൽ, ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്ന വിഷയത്തിൽ അയാൾ കഠിനഹൃദയനാണ്. നമ്മൾ ആരാധനകൾ ഹജ്ജ് നിർവഹിക്കുമ്പോൾ നമ്മുടെ ഭാര്യ, അയാൾ ഹജ്ജിനൊക്കെ ഒന്നിലധികം പോയിട്ടുണ്ട്, പക്ഷേ മക്കളുടെ മുന്നിൽ വെച്ച് തെറി വിളിക്കുന്നവനാണ്, തോന്നിവാസിയാണ്, ഞങ്ങളുടെ വീട്ടിൽ അയാളില്ലാത്തത് ഞങ്ങൾക്ക് സന്തോഷമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു പോകുന്ന ഹജ്ജ് അല്ലാഹു സ്വീകരിക്കയില്ല. ഈ മൂല്യമുണ്ടല്ലോ, ഈ മാനവിക മൂല്യം, ലോകത്തിന്റെ മുന്നിൽ മാനവ മൂല്യങ്ങളുടെ നേർസാക്ഷിയായി പ്രവാചകൻ ജീവിച്ച പോലെ നമ്മളും ജീവിക്കണം. ആ ജീവിതം ഈ ലോകത്ത് കണ്ടാൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചത്, സഹോദരങ്ങളെ, ഇസ്ലാമിനെ കുറിച്ച് അവർ വായിക്കാതിരിക്കുന്നതിന് ചിലപ്പോൾ നമ്മുടെ ജീവിതം കാരണമായേക്കാം. അവിടെ മുന്നിൽ ഇതാണ് ഇസ്ലാം, ഇതാണ് പരിശുദ്ധ ഖുർആൻ എന്ന് കാണിച്ചു കൊടുക്കാൻ നമ്മുടെ ജീവിതം നേർസാക്ഷികളായി നമ്മുടെ മാറൻ നബിയെ പോലെ ഒരൊറ്റ നബി പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ സദസ്സിലുള്ള മുഴുവൻ ആളുകളോടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കൾ ചോദിച്ച ഒരു ചോദ്യം, നമ്മൾക്കറിയുന്ന ഹദീസ്, ആരാണ് മുസ്ലിം? മൻ അൽ മുസ്ലിം, ആരാണ് മുസ്ലിം എന്ന ചോദ്യത്തിന് നമ്മുടെ നാട്ടിൽ ഒരു മദ്രസയിൽ, ഒരു പള്ളിയിൽ, നേർക്കുനേരെ വേണ്ട ഒരങ്ങാടിയിൽ ആരാണ് മുസ്ലിം എന്ന ചോദ്യം നമ്മൾ മൈക്ക് കെട്ടി ചോദിച്ചാൽ ആളുകൾക്ക് എത്രയോ ഉത്തരങ്ങൾ ഉണ്ടാകും. ആ ഉത്തരങ്ങളിൽ ഭൂരിപക്ഷവും ആരാധനയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും വരിക. പക്ഷെ പ്രവാചകന്റെ വാക്കെന്താണ്? അൽ മുസ്ലിം, മുസ്ലിം എന്ന് പറയുന്നത് മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. അയാൾ 5 വക്ത് നിസ്കരിക്കും, സുന്നത്ത് നിസ്കരിക്കും, വേഷവിധാനത്തിൽ ഇസ്ലാമികം കാത്തു സൂക്ഷിക്കും, ഹിജാബ് ധരിക്കും, പള്ളിയിലേക്ക് പോകും, ദാനധർമ്മം ചെയ്യും, സക്കാത്ത് കൊടുക്കും,
പള്ളി നിർമ്മാണത്തിന് സ്വതക്ക കൊടുക്കും. അവനവന്റെ ജീവിതത്തിൽ സ്വത്ത് നിൽക്കുന്നിടത്ത് പോലും പരമാവധി അയാൾ സൂക്ഷ്മത പുലർത്തും. പ്രവാചകൻ പഠിപ്പിച്ച പോലെ ജീവിതത്തിൽ സുന്നത്തുകൾ പുലർത്തും, ബിദ്അത്തുകളിൽ നിന്ന് മാറി നിൽക്കും. ജീവിതത്തിൽ എല്ലാ അഫ്ളലുകളും അയാൾ എടുക്കും. പക്ഷേ അതുകൊണ്ട് മാത്രം മുസ്ലിം ആവുകയില്ല. മറിച്ച് അത്രയും സൂക്ഷ്മത അയാൾ ജീവിതത്തിൽ കാണിക്കുമ്പോഴും അയാളുടെ സ്വഭാവത്തിൽ അയാളുടെ കുടുംബം, നാട്ടുകാർ, കുടുംബക്കാർ, കൂടെ വസിക്കുന്നവർ സുരക്ഷിതമാകണം. അവർ പറയണം, ഞങ്ങൾക്കിടയിൽ ഒരു മുസ്ലിം ഉണ്ട്. ആ മുസ്ലിം നിസ്കരിക്കുന്നത് എത്ര ഭക്തിയിലാണോ അതുപോലെയാണ് മാതാപിതാക്കളോട് പെരുമാറുന്നത്. അയാൾ പള്ളിയിലേക്ക് എത്ര ഭക്തിയിലാണോ പോകുന്നത് അതേ ഭക്തിയിലാണ് അയാൾ കുടുംബത്തിൽ ഭാര്യയോടും മക്കളോടും പെരുമാറുന്നത്. ആ സഹോദരി എത്ര ഭക്തിയിലാണോ ജുമുഅക്ക് പോകുന്നത്, ഹിജാബ് ധരിക്കുന്നത്, ഖുർആൻ ഖത്തം തീർക്കുന്നത്, അതേ ഭക്തിയിലാണ് ഭർത്താവിനോടും കുടുംബത്തിനോടും അയൽവക്കത്തോടും കുടുംബത്തിലുള്ള മറ്റ് സഹോദരിമാരോടും പെരുമാറുന്നത് എന്ന് നമ്മളെക്കുറിച്ച് എന്നാണോ പറയുന്നത്, അപ്പോഴാണ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഞാൻ പ്രവാചകന്റെ ജീവിതത്തിൽ ഞാൻ സാക്ഷിയാണ്. പ്രവാചകൻ ജീവിച്ച പോലെ ഞങ്ങൾക്ക് കൈമാറിയ മാനവ മൂല്യങ്ങളുടെ നേർസാക്ഷിയായി പ്രവാചകൻ എങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന പ്രഖ്യാപനമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.